വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വിമല ഹൃദയ പ്രതിഷ്ഠ എന്തിനാണ് നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്നത്? എന്തിനാണ്? അപ്പോൾ എന്തിനാണ് പ്രതിഷ്ഠ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക്, എന്തിനാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഉത്തരം ചിന്തിക്കാൻ തന്നെ തരുവാണ്. എന്തുകൊണ്ടായിരിക്കും ഈ എല്ലാ അച്ഛന്മാരും അല്ലെങ്കിൽ സഭയിൽ ഇപ്പോൾ ഒരുപാട് കൺവെൻഷനുകളിലും എല്ലാ സ്ഥലങ്ങളിലും വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് ഇങ്ങനെ ശക്തമായിട്ട് കേൾക്കുന്നുണ്ട്. ശാലോം ടി വിയിൽ ഇങ്ങനെ എല്ലാ വർഷവും എല്ലാ സമയത്തും ഇങ്ങനെ ഏതെങ്കിലും അച്ഛന്മാരിങ്ങനെ ആൾക്കാരെ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാനിയൽ അച്ഛൻ, ഡൊമിനിക് അച്ഛൻ, എല്ലാ അച്ഛന്മാരും ഇതിനെ സ്ട്രോങ് ആയിട്ട് പറയുന്നു. ഇവരെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ സഭയിൽ ശക്തരായിട്ട് നിൽക്കുന്ന എല്ലാ വൈദികരും പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് അവർ പ്രതിഷ്ഠ ചെയ്തു? എന്തുകൊണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും പ്രതിഷ്ഠ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? കാരണം രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് മര്യഭക്തി ആവശ്യമാണ്. രക്ഷ പ്രാപിക്കുവാൻ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഉള്ളിൽ ഒരു പൊടിക്കൊരാഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചു. പൊടിക്ക് ഇങ്ങനെ ഈശോയിലേക്ക് അടുക്കണമെന്ന് പൊടിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് വിശുദ്ധിയിൽ വളരണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കിത് രക്ഷപ്പെടണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കർത്താവിനെ അറിയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതേ. നമ്മളിങ്ങനെ ശക്തമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇത് ഏറ്റവും ശക്തമായ മാർഗം പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈശോയിലേക്ക് അടുക്കേണ്ടത്. പരിശുദ്ധ അമ്മയിലൂടെ വേണം ഈശോയിലേക്ക് പോകും. ബാക്കി എല്ലാ മാർഗ്ഗങ്ങളും ഭയങ്കര ചിലപ്പോൾ കോംപ്ലക്സ് ആയിരിക്കാം. പക്ഷേ അമ്മയിലോട്ടുള്ള മാർഗം വളരെ ഈസിയാണ്. അമ്മയിലെത്തിയാൽ നമുക്ക് ഈശോയിലെത്താൻ പറ്റും. അപ്പോൾ അമ്മയിലൂടെ ഈശോയിലേക്കുള്ള യാത്രയാണ് പ്രതിഷ്ഠ, വിമല ഹൃദയ പ്രതിഷ്ഠ. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇത് ചെയ്യണം. വിമല ഹൃദയ പ്രതിഷ്ഠ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്തിരിക്കണം. ഇത് സ്ട്രോങ് ആയിട്ട് ഇതിങ്ങനെ ഉറപ്പിച്ച് കയറ്റുക. കാരണം ചുമ്മാ ചിന്തിക്കുക, 33 കൊല്ലക്കാലം ഈശോൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു ഭൂമിയിൽ. 33 കൊല്ലക്കാലം 33 കൊല്ലക്കാലം ഈശോയുടെ എല്ലാവിധ കാര്യങ്ങളിലും അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഈ അമ്മയ്ക്ക് അറിയാം ഈശോയുടെ മൈൻഡ് എന്താണ്, ഈശോയുടെ ചിന്തകൾ എന്താണ്, ഈശോയുടെ ഹിതം എന്താണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഈശോയെ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. അമ്മ നമ്മളെ ഈശോയെ പോലാക്കും. അമ്മയുടെ ഒറ്റ കാര്യം അമ്മയ്ക്ക് പറയാനുള്ളൂ, അവൻ പറയുന്ന പോലെ ജീവിൻ. അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഇഷ്ടമില്ല, ഒന്നുമില്ല. അമ്മയുടെ ഉള്ളിലുള്ള ആഗ്രഹം നമ്മളെ ഈശോയെ പോലാക്കാൻ വേണ്ടിയാണ്. നമ്മളെ ഈശോയെ പോലാക്കുക എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് അമ്മയിലേക്ക് അടുക്കുക, അമ്മ നമ്മളെ ഈശോയിലേക്ക് എത്തിക്കും. സോ പ്രതിഷ്ഠ ചെയ്യുക, യാതൊരു മാറ്റമില്ല, പ്രതിഷ്ഠ ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് പ്രതിഷ്ഠ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ 33 ദിവസത്തെ പ്രതിഷ്ഠയാണ്. 33 ദിവസമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 5 ടു ഡിസംബർ 8 നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ചെയ്യേണ്ട മെറ്റീരിയൽസ് വരും. ഓരോ ദിവസവും മെറ്റീരിയൽസ് വരും. ഈ മെറ്റീരിയൽസ്, അതായത് ഒരു ദിവസം ചെയ്യേണ്ട മെറ്റീരിയൽ തലേദിവസം വരും, അടുത്ത ദിവസം ചെയ്യേണ്ട തലേദിവസം വരും. അങ്ങനെ 33 ദിവസവും മെറ്റീരിയൽസ് ഉണ്ടാകും. ഈ മെറ്റീരിയൽസിന് ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്. നമ്മൾ 33 ദിവസത്തെ 4 ഫേസായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ആദ്യത്തെ 12 ദിവസം ലോകാരൂപിക്ക് വിജയം നേടുക എന്നുള്ളതാണ്. ആദ്യത്തെ 12 ദിവസം അതാണ് നമ്മുടെ ലക്ഷ്യം. മെറ്റീരിയൽസ് അങ്ങോട്ട് ഫോക്കസ് ചെയ്യും. നമ്മളെ ലോകാരൂപിയുടെ മുകളിൽ എത്തിക്കാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും. അതായിരിക്കും ഫോക്കസ് ചെയ്തായിരിക്കും മെറ്റീരിയൽസ്. ആദ്യത്തെ 12 ദിവസം മെറ്റീരിയൽസ്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ 7 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 12 ദിവസം കഴിയുമ്പോൾ നമ്മൾ ലോകാരൂപിയുടെ വിജയം നേടും. അതിനാണ് ആദ്യത്തെ 12 ദിവസം മെറ്റീരിയൽസ്. പിന്നത്തെ 7 ദിവസം നമ്മളെ അറിയുക എന്നുള്ളതാണ്. നമ്മളെ അറിയുക, നമ്മുടെ പ്രശ്നങ്ങൾ അറിയുക, നമ്മുടെ ബലഹീനത അറിയുക, നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ആഗ്രഹം, ഇതിൻ്റെ ഈശോ എന്തുകൂടെ നമുക്ക് വേണം എന്നിങ്ങനെ നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് അടുത്ത 7 ദിവസം. പിന്നത്തെ 7 ദിവസം പരിശുദ്ധ അമ്മയെ അറിയുക. പിന്നത്തെ 7 ദിവസം ഈശോയെ അറിയുക. അങ്ങനെ നമ്മളെ അറിഞ്ഞ്, അമ്മയെ അറിഞ്ഞ്, ഈശോയെ അറിഞ്ഞ് നമ്മൾ പ്രതിഷ്ഠ ചെയ്യുവാണ്. ഇങ്ങനെയാണ് 33 ദിവസം അതിന് പോകുന്നത്. ഈ പ്രതിഷ്ഠ നമ്മൾ ചെയ്ത് കഴിയുമ്പം, ഈ 33 ദിവസം പ്രതിഷ്ഠ നമ്മൾ ചെയ്തിട്ട് 34 ദിവസം നമ്മൾ അമ്മയ്ക്ക് പേര് നമ്മൾ എഴുതി കൊടുക്കുകയാണ്. നമ്മുടെ ലൈഫിനെ നമ്മൾ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 30 ദിവസം കഴിയുമ്പം നമ്മുടെ ലൈഫിൽ അമ്മയ്ക്ക് പരിപൂർണ്ണ അധികാരം വരുവാണ്. നമ്മുടെ ലൈഫിൽ അമ്മയുടെ ഈശോയ്ക്ക് പരിപൂർണ്ണ അധികാരം വരുവാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോയുടെ പരിപൂർണ്ണ അധികാരത്തിൽ സംഭവിക്കും. നമ്മൾ അമ്മയ്ക്ക് നമ്മളെ തന്നെ അടിമ വെക്കുവാണ്.
പിന്നെ നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ് കാര്യവും അമ്മയുടെ കയ്യിലാണ്, ഈശോയുടെ കയ്യിലാണ്. സോ ഇതൊരു വലിയ പ്രോസസ്സാണ്, 30 ദിവസം വലിയ പ്രോസസ്സാണ്. അങ്ങനെ നമ്മളെ പരിപൂർണമായിട്ട് നമ്മെ ഈശോയ്ക്ക് നൽകി കഴിയുമ്പോൾ ഈശോയെ പരിപൂർണമായിട്ട് നമുക്ക് തരും. അമ്മയ്ക്ക് പരിപൂർണ്ണം നമ്മളെ നൽകി കഴിയുമ്പം അമ്മയിലുള്ള സകല കൃപകളും പരിപൂർണ്ണമായിട്ട് നമുക്ക് തരും. ഇതാണ് പ്രതിഷ്ഠയെ സംഭവിക്കുന്ന കാര്യം. ഇത്ര വലിയൊരു കാര്യമാണ് സംഭവിക്കാൻ വന്നത്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പ്രതിഷ്ഠ. ഉറപ്പായിട്ട് നമ്മൾ ഇത് ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോകുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. നിങ്ങൾ പ്രതിഷ്ഠ ചെയ്യാൻ എനിക്ക് തോന്നുന്നെങ്കിൽ, പ്രതിഷ്ഠ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ഈ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? എങ്ങനെയാണ്? നവംബർ 5-നാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞത്. നവംബർ 5-ന് പ്രതിഷ്ഠയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ പറയുന്നത്? കാരണം നവംബർ 5-ലേക്ക് ഇനി നമുക്ക് 2 മാസമുണ്ട്. ഈ 2 മാസം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥ മരിയഭക്തി എന്ന് പറഞ്ഞ പുസ്തകം. ഈ പുസ്തകം ഇത് നമ്മൾ വായിക്കണം. ഈ പുസ്തകം വായിച്ച് വേണം നമ്മൾ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങാൻ. ഈ പുസ്തകം വായിച്ചിട്ടാണ് പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്നത്. ഈ പുസ്തകം വായിച്ചിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വേണം നമ്മളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ. ഇങ്ങനെ നമ്മളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പം അമ്മയുടെ ഉള്ള സകല കൃപകളും നമ്മുടെ ഉള്ളിലേക്ക് കിട്ടും. അമ്മയിലുള്ള സകലതും നമുക്ക് കിട്ടും. ഇതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇൻറ്റൻഷന് വേണ്ടി ഒക്കെ ആയിരിക്കും പ്രതിഷ്ഠ ചെയ്യാൻ വരുന്നതേ. ഇൻറ്റൻഷന് വേണ്ടി, രോഗം മാറാൻ, ജോലി കിട്ടാനൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുന്നു, ഒരുപാട് പേർക്ക് കിട്ടുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ റിയലി നമ്മൾ ഈ പുസ്തകം വായിച്ചിട്ട് ഇതിനകത്തുള്ള ആത്മീയത നമ്മുടെ ലൈഫിൽ വരാൻ വേണ്ടി, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ വേണ്ടി നമ്മൾ പ്രതിഷ്ഠ ചെയ്യുമ്പം ഉറപ്പായിട്ട് നമ്മളെ പരിപൂർണമായിട്ട് അമ്മയ്ക്ക് കൊടുക്കും. അറിയാതെ കൊടുത്തു പോകും. അങ്ങനെ കൊടുത്തു പോയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം ബൈബിളിൽ വെച്ചാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മളെ വിശുദ്ധീകരിക്കുന്നതനുസരിച്ച് കൂടുതൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നതനുസരിച്ച് ഭയങ്കരമായ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ഇതിനകത്തൊരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറയുന്നൊരു കാര്യം ഇതാണ്. എങ്ങനെയാണ് പ്രതിഷ്ഠ ചെയ്യുന്നത്? എന്താണ് പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിനകത്തുണ്ട്. ആ പോയിന്റ് ഇങ്ങനെയാണ്. അതായത് പ്രതിഷ്ഠ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ ലൈഫിൽ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ നന്മ പ്രവൃത്തികളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. നമുക്ക് കിട്ടിയതും ഇപ്പോൾ കിട്ടിയതും ഇനി കിട്ടാൻ പോകുന്നതുമായ എല്ലാവിധ കൃപകളും, എല്ലാ നന്മകളും, എല്ലാ യോഗ്യതകളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് സമർപ്പിക്കുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊന്നും അവകാശപ്പെടാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ അമ്മയുടെ കയ്യിലേക്ക് സമർപ്പിക്കുകയാണ്. അതാണ് പ്രതിഷ്ഠ സംഭവിക്കുന്ന കാര്യം. അങ്ങനെ നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പം ഒന്നും കയ്യിൽ വെക്കാതെ, ഒരു സ്തുതിപ്പ് പോലും, ഒരു പുകഴ്ച പോലും, ഒരു പേര് പോലും കയ്യിൽ വെക്കാതെ പരിപൂർണമായിട്ട് നമ്മളെ അമ്മയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ അമ്മയെ പരിപൂർണമായിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്നു. അതാണ് പ്രതിഷ്ഠ. അങ്ങനെ നമ്മൾ അമ്മയ്ക്ക് അടിമ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടാണ് പ്രതിഷ്ഠ ചെയ്തത്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടല്ല പ്രതിഷ്ഠ ചെയ്തതെങ്കിൽ ഈ പുസ്തകം വായിച്ചിട്ട് വേണം പ്രതിഷ്ഠ ചെയ്യാൻ. ഈ പുസ്തകം വായിച്ചിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെ പരിപൂർണമായിട്ട് അമ്മയ്ക്ക് അടിമ വെച്ച് പ്രതിഷ്ഠ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം അമ്മയിലൂടെ ഈശോയ്ക്ക് പരിപൂർണ്ണമായിട്ട് അടിമപ്പെടും. ഈശോ നമ്മളെ പരിപൂർണമായിട്ട് ശക്തിപ്പെടുത്തും. ഈശോയുടെ ഉള്ളിലുള്ള എല്ലാ കൃപകളും ശക്തികളും നമ്മളിലേക്ക് ഒഴുകും, അറിയാണ്ട് ഒഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലുണ്ടായിക്കട്ടെ. പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളവർ ഈ പുസ്തകം വായിച്ച് പ്രതിഷ്ഠ ചെയ്യുക. പ്രതിഷ്ഠ ചെയ്യാത്തവർ തിരഞ്ഞെടുക്കുക, നന്നാവണം. ഈശോയെ കൂടുതൽ അറിയണം. അങ്ങനെ ഈശോയെ കൂടുതൽ അറിയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഈ പ്രതിഷ്ഠയാണ്. ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഈ ഒരു കാര്യം ഉറപ്പിക്കുക, ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ പ്രതിഷ്ഠയുടെ ലിങ്ക് ഉണ്ട്. ഉറപ്പായിട്ട് ഈ ബാച്ച് ജോയിൻ ചെയ്യുക. ആമേൻ.